Next topic, copying and pasting text. Cutting and copying text in writer is similar to cutting and copying text in other application. അതായത് കട്ട് കോപ്പി പേസ്റ്റ് ഒക്കെ എന്താണ് വേറെ സോഫ്റ്റ്വെയർസിൽ നമ്മൾ വേർഡിൽ ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ് ഈ റൈറ്ററിൽ നമ്മൾ കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. യൂസർ ക്യാൻ കോപ്പി ഓർ മൂവ് ടെക്സ്റ്റ് വിത്തിൻ ദ ഡോക്യുമെൻറ്റ് ഓർ ബിറ്റ്വീൻ ദ ഡോക്യുമെൻറ്റ് ബൈ ഡ്രാഗിങ് ഓർ ബൈ യൂസിങ് മെനു സെലക്ഷൻ, ഐക്കൺസ് ഓർ കീബോർഡ് ഷോർട്ട് കട്ട്. അപ്പോൾ യൂസർക്ക് ടെക്സ്റ്റുകൾ ഒന്നുകിൽ ഒരു ഡോക്യുമെൻറ്റിൽ നിന്ന് എന്ത് ചെയ്യുക, വേറൊരു ഡോക്യുമെൻറ്റിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റിൽ തന്നെ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക്, സെയിം ഡോക്യുമെൻറ്റിൽ തന്നെ മറ്റൊരു പാർട്ടിലേക്ക് നമുക്ക് കോപ്പി ചെയ്യാനും മൂവ് ചെയ്യാനും പേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുമെന്ന്. ഇപ്പോൾ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ മൂവ് ചെയ്യിക്കുക. അതല്ലെങ്കിൽ സെലക്ഷൻ ഐക്കൺസ് വെച്ചിട്ട് മെനുവിൽ എന്താണ് ഓരോ ഐക്കൺസ് വെച്ചിട്ട്, അതുമല്ലെങ്കിൽ എന്താണ് കീബോർഡ് ഷോർട്ട് കട്ട് വെച്ചിട്ടും, അതുപോലെ തന്നെ മെനുവിൽ ഓപ്ഷൻസ് വെച്ചിട്ടും. ഇത്രയുമാണ് ഡ്രാഗ് ചെയ്തിട്ട് ദെൻ മെനു സെലക്ഷൻ വെച്ചിട്ട്, ഐക്കൺ വെച്ചിട്ട്, കീബോർഡ് ഷോർട്ട് കട്ട് വെച്ചിട്ട്. To move selected text using the mouse, drag it to the new location and release it. അപ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് സെലക്ട് ചെയ്ത ടെക്സ്റ്റ് മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ടെക്സ്റ്റിനെ ഡ്രാഗ് ചെയ്തിട്ട് ആ പുതിയ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരിക, ദെൻ മൗസ് റിലീസ് ചെയ്യാം. To copy the selected text, hold down the control key while dragging. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യണത്, ആദ്യം മൗസ് വെച്ചിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് പുതിയൊരു ഇൻസെർഷൻ പോയിന്റിൽ വന്നിട്ട് നമ്മളത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ആ ടെക്സ്റ്റ് കംപ്ലീറ്റ് വേറൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്തത്. നമുക്കിവിടെ ഒരു കോപ്പി മാത്രമാണ് മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നു നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് കൺട്രോൾ കീ പ്രസ് ചെയ്ത് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ ഒരു കോപ്പി മാത്രമായിരിക്കും പുതിയൊരു ഇൻസെർഷൻ പോയിന്റിലേക്ക് മൂവ് ചെയ്യണത്. ഒറിജിനൽ അവിടെ കിടക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് കട്ട് പേസ്റ്റ് ഒക്കെയാണ് പറഞ്ഞത്. അത് നമുക്കറിയാം കൺട്രോൾ എക്സ് കട്ട് ചെയ്യാനുള്ളതാണ്, കൺട്രോൾ വി പേസ്റ്റ് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ കൺട്രോൾ സി എന്നുള്ളത് എന്താണ് കോപ്പി ചെയ്യാനുള്ളതാണ്, കൺട്രോൾ ബി പേസ്റ്റ് ചെയ്യാനുള്ളതാണ്. When you paste the text, the result depends on the source of the text and how you paste it. ഇവർ പറയുന്നത് നമ്മളൊരു ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ആ കോപ്പി ചെയ്യുന്ന എന്താണ് സോഴ്സ് ഓഫ് ടെക്സ്റ്റിനെയും അതുപോലെ തന്നെ എങ്ങനെ പേസ്റ്റ് ചെയ്യുന്നു എന്ന ആ മെത്തേഡിനനുസരിച്ചായിരിക്കും അതിൻ്റെ റിസൾട്ട് ഇരിക്കുന്നതെന്ന്. ആ റിസൾട്ടൻ ടെക്സ്റ്റ് ഇഫ് യു ക്ലിക്ക് ദ പേസ്റ്റ് ബട്ടൺ ദെൻ ദ പേസ്റ്റഡ് ടെക്സ്റ്റ് കീപ്പ് ഇറ്റ്സ് ഒറിജിനൽ ഫോർമാറ്റിംഗ്. നമ്മൾ പേസ്റ്റ് ബട്ടനാണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആ പേസ്റ്റഡ് ടെക്സ്റ്റിൻ്റെ ഒറിജിനൽ ഫോർമാറ്റിൽ തന്നെ ഇരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ടു മേക്ക് പേസ്റ്റഡ് ടെക്സ്റ്റ് ഇൻഹെറിറ്റ് ദ പാരഗ്രാഫ് സ്റ്റൈൽസ് അറ്റ് ഇൻസെർഷൻ പോയിൻറ്റ്സ്. അപ്പോൾ അതേ ഫോർമാറ്റിൽ തന്നെ എന്താണ് നമുക്ക് പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റിൽ പേസ്റ്റ് സ്പെഷ്യൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതല്ലെങ്കിൽ പേസ്റ്റ് ബട്ടൻ്റെ അടുത്തുള്ള ആരോ ക്ലിക്ക് ചെയ്യുക. അതുമല്ലെങ്കിൽ ഇവർ പറയുന്നുണ്ട് പേസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ക്ലിക്ക് ദ പേസ്റ്റ് ബട്ടൺ വിതൗട്ട് റിലീസിങ് ലെഫ്റ്റ് മൗസ് ബട്ടൺ റിലീസ് ചെയ്യാണ്ട് തന്നെ പേസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാമെന്ന്. ദെൻ അതിനുശേഷം ആ അൺഫോർമാറ്റഡ് ടെക്സ്റ്റിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതേ എന്താണ് പാരഗ്രാഫ് സ്റ്റൈൽ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. നെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടെക്സ്റ്റ്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഇൻ ലിബ്രെഓഫീസ് റൈറ്റർ ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് ബേസിക് ആക്ഷൻസ്. ഇപ്പോൾ ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിൽ വരുന്ന 3 ഇതാണ് പറഞ്ഞത്. ഫോർമാറ്റിംഗ് പാരഗ്രാഫ് ആൻഡ് ക്യാരക്ടേഴ്സ്, യൂസിങ് ഓട്ടോ ഫോർമാറ്റിംഗ്, ക്രിയേറ്റിംഗ് ബുള്ളറ്റ്സ് ആൻഡ് നമ്പേർഡ് ആൻഡ് ഔട്ട്ലൈൻ ലിസ്റ്റ്. അപ്പോൾ ഇത്രയുമാണ് ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിൽ വരുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് എന്താണെന്ന് കോമൺ ആയിട്ടാണ് നെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. യൂസർ ക്യാൻ ഫോർമാറ്റ് റൈറ്റർ ഡോക്യുമെൻറ്റ്സ് ഐദർ ബൈ യൂസിങ് പ്രീ ഡിഫൈൻഡ് സ്റ്റൈൽസ് അവൈലബിൾ ഓർ മാനുവൽ ഡയറക്റ്റ് ഫോർമാറ്റിംഗ്. അപ്പോൾ നമുക്കൊരു റൈറ്റർ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പ്രീ ഡിഫൈൻഡ് സ്റ്റൈൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് 1 by 1 ആയിട്ട് ഫോർമാറ്റിംഗ് നടത്താൻ പറ്റും. Predefined formatting options are available for heading styles, paragraph styles and character styles. അപ്പോൾ ഈ പ്രീഡിഫൈൻഡ് സ്റ്റൈൽ എന്ന് വെച്ചാൽ എന്താണ്, അതിനകത്ത് അത് ഇതിലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ഹെഡിങ് സ്റ്റൈലും പാരഗ്രാഫ് സ്റ്റൈൽസ്, ക്യാരക്ടർ സ്റ്റൈൽസ്, അതിനെയൊക്കെയാണ് പ്രീഡിഫൈൻഡ് ഫോർമാറ്റിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത്. Formatting using styles is highly useful, especially for long and standardized documents. Style options can be applied from Styles deck in the sidebar or from Styles menu options in the menu bar. അപ്പോൾ നമ്മൾ ഫോർമാറ്റിംഗ് ഈ സ്റ്റൈൽസ് വെച്ചിട്ട് നമ്മൾ ഫോർമാറ്റിംഗ് ചെയ്യണത് ഒത്തിരി യൂസ്ഫുൾ ആണ്. കാരണം നമ്മളുടെ ഡോക്യുമെൻ്റ് വളരെ ലെങ്തി ആണെങ്കിൽ, അതായത് ലോങ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ ഇത് മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് 1 by 1 ആയിട്ട് ചെയ്യണതിന് പകരം ഇത് മൊത്തത്തിൽ കൊടുക്കുകയാണെങ്കിൽ സ്റ്റൈൽസ് യൂസ്ഫുൾ ആണ്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്, ലോങ് സ്റ്റാൻഡർഡൈസ്ഡ് ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ സ്റ്റൈൽസ് ആണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ സ്റ്റൈൽസ് ഓപ്ഷൻസ് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും, അതായത് സൈഡ് ബാറിലെ സ്റ്റൈൽസ് എന്ന് പറഞ്ഞ
ഡെക്കിൽ നിന്ന് നമുക്ക് കിട്ടും. അതുമല്ലെങ്കിൽ ഇവർ പറയുന്നുണ്ട് മെനു ബാറിലെ സ്റ്റൈൽസിൽ നിന്ന് നമുക്ക് ഈ സ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ കിട്ടുമെന്ന്. ഇനി നെക്സ്റ്റ് മെത്തേഡായ ഡയറക്റ്റ് അല്ലെങ്കിൽ മാനുവൽ മെത്തേഡാണ് പറയുന്നത്. ഓൾട്ടർനേറ്റീവ്ലി യൂസർ ക്യാൻ മാനുവലി ഫോർമാറ്റ് ദ ഡോക്യുമെൻറ്റ് യൂസിങ് വേരിയസ് ഫോർമാറ്റിംഗ് ടൂൾസ് അവൈലബിൾ ഇൻ ദ മെനു ആൻഡ് സൈഡ് ബാർ. അപ്പോൾ ഇതുപോലെ തന്നെ എന്താണ് ഈ മെനു ബാറിലെ ഫോർമാറ്റിംഗ് ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെ നിന്നോ അതല്ലെങ്കിൽ സൈഡ് ബാറിലെ ഫോർമാറ്റിൽ നിന്നോ നമുക്ക് എന്താണ് മാനുവൽ ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 1 by 1 ആയിട്ട് ഫോർമാറ്റിംഗ് നടത്താമെന്ന്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫോർമാറ്റിംഗ് എന്താണ്, കോമൺ ആയിട്ട് ഫോർമാറ്റിംഗ് എന്താണെന്നാണ്. ഫോർമാറ്റിംഗ് നമുക്ക് ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് നടത്താം, അതല്ലെങ്കിൽ സ്റ്റൈൽസ് വെച്ചിട്ട് നടത്താം. സ്റ്റൈൽസ് വെച്ചിട്ട് നടത്തണമെങ്കിൽ പ്രീ ഡിഫൈൻഡ് സ്റ്റൈൽസ് ഫോർമാറ്റിംഗ് ആണ്. അത് 3 ഓപ്ഷൻ ഉണ്ട്: പാരഗ്രാഫ് സ്റ്റൈൽസ്, ക്യാരക്ടർ സ്റ്റൈൽസ്, ഹെഡിങ് സ്റ്റൈൽസ്. ലോങ് ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ ഈ സ്റ്റൈൽസ് ആണ് യൂസ്ഫുൾ. ഇത് നമുക്ക് 2 ഓപ്ഷനിലൂടെ കിട്ടാം. സ്റ്റൈൽ മെനുവിൽ നിന്നും കിട്ടും, അതുപോലെ തന്നെ എന്താണ് സൈഡ് ബാറിലെ സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ഡെക്കിൽ നിന്നും കിട്ടും. ദെൻ ഡയറക്റ്റ് അല്ലെങ്കിൽ മാനുവൽ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഫോർമാറ്റിംഗ്, അതായത് ഫോർമാറ്റിംഗ് ടൂൾ ബാറിൽ നിന്നും മെനുവിലുള്ള എന്താണ് ഐക്കൺ വെച്ചിട്ടോ അതല്ലെങ്കിൽ സൈഡ് ബാറിലുള്ള എന്താണ് ഈ ഫോർമാറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ടോ നമുക്ക് ഡയറക്റ്റായിട്ട് ഫോർമാറ്റിംഗ് നടത്താവുന്നതാണ്. നെക്സ്റ്റ് ഫോർമാറ്റിംഗ് പാരഗ്രാഫ് ആൻഡ് ക്യാരക്ടേഴ്സ്. ഇനിയാണ് ഒന്നാണ് ഡീറ്റെയിൽ ആയിട്ട് വന്നത്. ഫോർമാറ്റ് ആൻഡ് ടെക്സ്റ്റിൽ ഒന്നാമത്തെ ഫോർമാറ്റിംഗ് പാരഗ്രാഫ് ആൻഡ് ക്യാരക്ടേഴ്സ്. Paragraphs are the building blocks of every document. User can apply many formats to paragraph using the icons on the formatting toolbar and the paragraph panel of sidebar property decks. അപ്പോൾ പാരഗ്രാഫ് എന്ന് വെച്ചാൽ ഏതൊരു ഡോക്യുമെൻറ്റിൻ്റെയും ബിൽഡിംഗ് ബ്ലോക്സിനെയാണ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. നമുക്ക് ഈ പാരഗ്രാഫിനെ പല പല ഫോർമാറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതൊന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഫോർമാറ്റിംഗ് ടൂൾ ബാറിലെ ഐക്കൺ വെച്ചിട്ട് നമുക്ക് പാരഗ്രാഫ് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ സൈഡ് ബാറിലെ പ്രോപ്പർട്ടി ഡെക്കിൽ പാരഗ്രാഫ് പാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് പാരഗ്രാഫ് ഫോർമാറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ ഫോർമാറ്റിംഗ് ടൂൾ ബാർ വെച്ചിട്ട് ഒന്നാമത്തെ മെത്തേഡായ ഫോർമാറ്റിംഗ് ടൂൾ ബാർ എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. ദ സെക്കൻഡ് ടൂൾ ബാർ ഇസ് ദ ടോപ്പ് ഓഫ് ദ ഫോർമാറ്റിംഗ് ടൂൾ ബാർ. നമുക്കറിയാം എന്താണ് രണ്ടാമത്തെ ടൂൾ ബാറാണ് ഫോർമാറ്റിംഗ് ടൂൾ ബാർ എന്ന് പറയുന്നത്. അതിനകത്ത് ഒത്തിരി ബട്ടൺസ് ഉണ്ട്, ഫോർമാറ്റിങ്ങിന് പറ്റിയ ഒരുപാട് ബട്ടൺസ് ഉണ്ട്. ഇത് പറയുന്നുണ്ട് ഫോർമാറ്റിംഗ് ലൈക്ക് ഫോണ്ട് സ്റ്റൈൽ, സൈസ്, ഹൈലൈറ്റ്, കളറൊക്കെ. ദ ഫോർമാറ്റിംഗ് ടൂൾ ബാർ ഫിഗർ 20 കണ്ടെയ്ൻസ് വേരിയസ് ഐക്കൺസ് ഫോർ ഫോർമാറ്റിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇപ്പോൾ ഇവിടെ നോക്കിയ ഫിഗർ 20ൽ ആ ഫോർമാറ്റിംഗ് ടൂൾ ബാർ ആണ് കാണിച്ചാണത്. അത് ലെഫ്റ്റ് തുടങ്ങി റൈറ്റ് വരെ ഓരോ ഐക്കൺസും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്ലൈ ഓർ സെറ്റ് പാരഗ്രാഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ സെലക്ട് ദ റിക്വയർഡ് സ്റ്റൈൽ ഫ്രം ദ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള അത് ഏത് സ്റ്റൈലാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ ഫോണ്ട് നെയിമും ഫോണ്ട് സൈസും ആണ്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഫിഗർ 20ൽ. മൂന്നാമത്തേത് ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, സ്ട്രൈക്ക് ത്രൂ, സബ്സ്ക്രിപ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ് ആണ് വരുന്നത്. നെക്സ്റ്റ് ഫോണ്ട് കളറും ഹൈലൈറ്റ് കളറുമാണ്. അടുത്തത് പാരഗ്രാഫ് അലൈൻമെൻ്റ് ആണ്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ജസ്റ്റിഫൈഡ്. ദെൻ ടൂഗിൾ ബുള്ളറ്റ്സ് ലിസ്റ്റ്, അതായത് ബുള്ളറ്റ്സ് വേണോ വേണ്ടിയെന്നൊക്കെ തീരുമാനിക്കാനുള്ള ബട്ടൺസ് ഇതും ഇതിനകത്ത് വരും. ദെൻ നമ്പറിങ് വന്നതാണ് അടുത്തത്. ദെൻ നെക്സ്റ്റ് ഇൻക്രീസ് ഇൻഡൻറ്റ്, ഡിക്രീസ് ഇൻഡൻറ്റ്, അതായത് ഇൻഡൻറ്റ് ഇൻക്രീസ് ചെയ്യിക്കാനും ഡിക്രീസ് ചെയ്യാനിരിക്കാനും. ഇൻഡൻറ്റ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡൻറ്റ് ഡിഫൈൻ ദ സ്പേസ് ബിറ്റ്വീൻ എ പാരഗ്രാഫ് ഫസ്റ്റ് ലെറ്റർ ആൻഡ് ലെഫ്റ്റ് മാർജിൻ. ഒരു പാരഗ്രാഫിൻ്റെ ആദ്യത്തെ ലെറ്ററും ലെഫ്റ്റ് മാർജിനും തമ്മിലുള്ള ഡിഫറൻസിനെയാണ്, സ്പേസിനെയാണ്, അതിനിടയിലുള്ള ആ സ്പേസിനെയാണ് ഇൻഡൻറ്റ് എന്ന് പറയുന്നത്. ആ ഇൻഡൻറ്റ് കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷനാണ് അടുത്തത്. ലൈൻ സ്പേസിംഗ് ആണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിസ്റ്റൻസ് ഫ്രം വൺ ബേസ് ലൈൻ അറ്റ് ദ ബോട്ടം ഓഫ് ദ ടു ദ നെക്സ്റ്റ് ബേസ് ലൈൻ. അതായത് ഒരു ബേസ് ലൈനും രണ്ടാമത്തെ നെക്സ്റ്റ് ബേസ് ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ സൈസ് ഓഫ് ദ ഫോണ്ട്. അത് എന്താണ് ഫോണ്ട് സൈസ് ആണത് എന്താണെന്ന് വെച്ചാൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഫോണ്ട് സൈസിനനുസരിച്ചിട്ട് ആ സ്പേസ് വ്യത്യാസം വരുന്നു. അപ്പോൾ ബേസ് ലൈൻ എന്ന് വെച്ച് ഇവർ പറയുന്നുണ്ട് ദ ഇമാജിനറി ലൈൻ അറ്റ് ദ ബോട്ടം ഓഫ് ദ ലെറ്റർ. ഓരോ ലെറ്ററിൻ്റെയും താഴെയുള്ള ഇമാജിനറി ലൈൻ. ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. ഒരു ഡോക്യുമെൻറ്റിലെ 2 ലൈനുകൾ തമ്മിലുള്ള സ്പേസ് ആണ് ലൈൻ സ്പേസിംഗ്. ദെൻ ഇൻക്രീസ് പാരഗ്രാഫ് സ്പേസിംഗ്, ഡിക്രീസ് പാരഗ്രാഫ് സ്പേസിംഗ്. എന്താണ് പാരഗ്രാഫ് സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് സ്പേസിംഗ് റെഫേഴ്സ് ടു ദ വെർട്ടിക്കൽ സ്പേസ് ബിറ്റ്വീൻ വൺ പാരഗ്രാഫ് ആൻഡ് ദ പാരഗ്രാഫ് എബോ ആൻഡ് ബിലോ ഇറ്റ്. ആണ് ഒരു പാരഗ്രാഫിൻ്റെ മുകളിലുള്ള പാരഗ്രാഫും തമ്മിൽ, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫും അതിൻ്റെ താഴെയുള്ള പാരഗ്രാഫും തമ്മിലുള്ള ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് എന്താണ് പാരഗ്രാഫ് സ്പേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പാരഗ്രാഫ് സ്പേസിംഗ് ഡിക്രീസ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുകയാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഏതിനകത്തുള്ളതാണ്? ഫോർമാറ്റിംഗ് ടൂൾ ബാറിലുള്ള ഓപ്ഷൻസ് ആണ്.
The user can get tooltip message about the use of various formatting buttons while moving the mouse over them. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഫോമാറ്റിംഗ് ടൂൾ ബാറിൽ നമ്മൾ മൗസ് കൊണ്ട് ചെല്ലുമ്പോൾ ഒരു ടൂൾ ടിപ്പ് മെസ്സേജ് കിട്ടും. ഇതിന്നത് ബോൾഡ് ആക്കാനാണ്, ഇതിനത് ഇറ്റാലിക് ആക്കാനാണ്, ഇത് ലെഫ്റ്റ് അലൈനാണ്, അങ്ങനെ ഒരു ടൂൾ ടിപ്പ് മെസ്സേജ് തരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി യൂസിങ് പാരഗ്രാഫ് പാനൽ ഓർ സൈഡ് ബാർ. അപ്പോൾ നമുക്കറിയാം രണ്ടാമത്തെ മെത്തേഡ് എന്താണ്, സൈഡ് ബാറിലെ പാരഗ്രാഫ് പാനലാണ്. ദ സൈഡ് ബാർ ഓപ്പൺ വിത്ത് എ പ്രോപ്പർട്ടി ഡെക്ക് സെലക്റ്റഡ് ബൈ ഡിഫോൾട്ട്. നമ്മൾ സൈഡ് ബാർ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ്, ആ പ്രോപ്പർട്ടി ഡെക്ക് ആയിരിക്കും ഡിഫോൾട്ടായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കുന്നത്, ഓപ്പൺ ആയിരിക്കുന്നത്. ദെൻ പാരഗ്രാഫ് പാനൽ ഫോർ ദ പ്രോപ്പർട്ടി ഡെക്ക്. അപ്പോൾ നമ്മൾ ഫിഗർ 21 കാണിച്ചിട്ടുണ്ട്. ആ പ്രോപ്പർട്ടി ഡെക്കിലെ പാരഗ്രാഫ് പാനലാണ് നമ്മൾ ക്ലിക്ക് ചെയ്താക്കുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് മോസ്റ്റ് ഓഫ് ദ ഫോമാറ്റിംഗ് കൺട്രോൾസ് ഇൻക്ലൂഡിംഗ് സെവറൽ ദാറ്റ് ആർ നോട്ട് ഫൗണ്ട് ഇൻ ദ ഫോമാറ്റിംഗ് ടൂൾ ബാർ. ഇതിനകത്ത് ഒത്തിരി ഫോർമാറ്റിംഗ് കൺട്രോൾസ് ഉണ്ട്. ഇതിനകത്ത് പലതും എന്താണ്, ആ ഫോർമാറ്റിംഗ് ടൂൾ ബാറിൽ ഇല്ലാത്ത പല ഓപ്ഷൻസും ഇതിനകത്ത് ഉണ്ടെന്ന്. ദെൻ ക്ലിക്കിംഗ് ദ ആരോ ബൈ ബട്ടൺ ഓപ്പൺസ് എ കൺട്രോൾ ഫോർ ഫർദർ ചോയ്സ്. ദെൻ ഓരോന്നിൻ്റെ താഴെ ഒരു ആരോ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ അതിനകത്തും എന്താണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടെന്ന്. ക്ലിക്ക് ദ മോർ ഓപ്ഷൻ ബട്ടൺ ടു ഓപ്പൺ എ പാരഗ്രാഫ് ഡയലോഗ് വേർ അതർ സെറ്റിംഗ്സ് ആർ അവൈലബിൾ. അതുമല്ലാണ്ട് മോർ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അതുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യും. അവിടെ നമുക്ക് ഇതിൻ്റെ തന്നെ വേറെ സെറ്റിംഗ്സ് അവൈലബിൾ ആണ്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ഈ മോർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കിട്ടുമെന്ന്. ചേഞ്ചിങ് ദ വാല്യൂസ് ഓഫ് എനി ഓഫ് ദി സെറ്റിംഗ്സ് അഫക്ട്സ് ഓൺലി ദ പാരഗ്രാഫ് ഫോർ ദ ഇൻസെഷൻ പോയിന്റ്സ് ഈസ് ലൊക്കേറ്റഡ് ഓർ സെവറൽ പാരഗ്രാഫ്സ് ഇഫ് മോർ ദാൻ വൺ സെലക്റ്റഡ്. അപ്പോൾ നമ്മൾ ഈ എന്താണ് ഈ വാല്യൂസ് ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഈ പാരഗ്രാഫിൻ്റെ ഈ ഓപ്ഷൻസ് ഒക്കെ മാറ്റി കൊടുക്കുമ്പോൾ അത് എഫക്റ്റ് ചെയ്യുന്നത് എന്താണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്താക്കണേ കേഴ്സർ നമ്മളുടെ എന്താണ് മൗസിൻ്റെ ആ ഇൻസെഷൻ പോയിന്റ് അല്ലെങ്കിൽ കേഴ്സർ ഏത് പാരഗ്രാഫിലാണോ ഇരിക്കുന്നത് ആ പാരഗ്രാഫിനായിരിക്കും എന്താണ് എഫക്റ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഒന്നിൽ കൂടുതൽ പാരഗ്രാഫ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സെലക്ട് ചെയ്ത പാരഗ്രാഫിലെല്ലാനും ഈ ഫോമാറ്റിങ്സ് എന്താണ് എഫക്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞാക്കുന്നത്. ഇഫ് യു വിഷ് ടു ചേഞ്ച് ദ വാല്യൂസ് ഫോർ മെനി പാരഗ്രാഫ് ഓഫ് ദാറ്റ് ടൈപ്പ് യു ഷുഡ് യൂസ് പാരഗ്രാഫ് സ്റ്റൈൽസ്. അപ്പോൾ ഇവർ പറയുന്നത് നമുക്കിപ്പോൾ ഒന്നിൽ കൂടുതൽ പാരഗ്രാഫ് ഒറ്റയടിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പാരഗ്രാഫ് സ്റ്റൈൽ യൂസ് ചെയ്യണമായിരിക്കും നല്ലതെന്ന്. Using format menu, alternatively user can use the format menu options for accessing the formatting tools and options available from the menu bar. അതുപോലെ നമുക്ക് ഫോർമാറ്റ് മെനു എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർമാറ്റ് മെനു ഉണ്ട്. ആ ഫോർമാറ്റ് മെനു വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പല ഫോർമാറ്റിംഗ് ടൂൾസും ഓപ്ഷനും ഫോർമാറ്റ് മെനുവിൽ നിന്ന് കിട്ടുമെന്ന്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേറൊന്നുമല്ല, അതായത് ടെക്സ്റ്റ് ഫോമാറ്റിംഗ് ആണ്. ടെക്സ്റ്റ് ഫോമാറ്റിങ്ങിന് ആദ്യം ഫോമാറ്റിംഗ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഡയറക്റ്റ് ഫോർമാറ്റിംഗ് നടത്താം, അതല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് സ്റ്റൈൽസ് യൂസ് ചെയ്യാം. ഈ ഫോമാറ്റിംഗ് ടെക്സ്റ്റിൽ ഒന്നാമത്തേത് ഫോമാറ്റിംഗ് പാരഗ്രാഫാണ്. അപ്പോൾ പാരഗ്രാഫ് എന്താണെന്ന് ആദ്യം പറയണം. പാരഗ്രാഫ് എന്ന് വെച്ചാൽ എല്ലാ ഡോക്യുമെൻറ്റിൻ്റെയും ബിൽഡിംഗ് ബ്ലോക്സിനാണ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് പാരഗ്രാഫ് ഫോർമാറ്റ് ചെയ്യാം. എങ്ങനെ, ഒന്ന് ഫോർമാറ്റിംഗ് ടൂൾ ബാർ വെച്ചിട്ട്, രണ്ടാമത്തേത് എന്താണ് സൈഡ് ബാറിലെ എന്താണ് പാരഗ്രാഫ് പാനലിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാരഗ്രാഫ് അതായത് പ്രോപ്പർട്ടി ഡെക്കിലെ സൈഡ് ബാറിലെ പ്രോപ്പർട്ടി ഡെക്കിലെ പാരഗ്രാഫ് പാനലിൽ പോയിട്ട് നമുക്ക് പാരഗ്രാഫ് നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. ആ ഫോർമാറ്റിംഗ് ടൂൾ ബാർ ഓർക്കുക, അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. ദെൻ അതുപോലെ തന്നെ എന്താണ് സൈഡ് ബാറിൽ ഡിഫോൾട്ടായിട്ട് പ്രോപ്പർട്ടി ഡെക്ക് ഓപ്പൺ ആണ്. അതിനകത്ത് പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ പാനൽ എടുത്തു കഴിഞ്ഞാൽ ഈ ടൂൾ ബാറിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഓപ്ഷൻസും സെറ്റിങ്സൊക്കെ എന്താണ് ഈ സൈഡ് ബാറിലെ പാരഗ്രാഫ് പാനലിൽ നിന്ന് നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.